ഹായ്, വളരെ സിമ്പിളായിട്ടും എന്നാൽ ടേസ്റ്റോട് കൂടി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേദിവസം കടല വെള്ളത്തിലിട്ട് വെച്ചു. അത് ഒരു പച്ചമുളകും അതുപോലെ കുറച്ച് ഉപ്പും ഇട്ട് ഒരു 4 വിസിലടിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തു. അപ്പോൾ അതിനകത്തോട്ടുള്ള മസാല നമുക്ക് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതുപോലെ നല്ലതുപോലെ ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് നമ്മൾ കടുകല്ല ആദ്യം ഇടുന്നത്. ആദ്യം ഒരു 2-3 കഷ്ണം കറുവപ്പട്ടയും അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പൂവും നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. അത് നല്ലതുപോലെ ഒന്ന് പൊട്ടി ചൂടാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് ഒരു മീഡിയം സവോളയും അതുപോലെ കുറച്ച് തക്കാളിയും കറിവേപ്പിലയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഞാൻ ഇതിനകത്തോട്ട് ആദ്യമേ ഇട്ടു. അത് നല്ലതുപോലെ ഇച്ചിരി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം മാത്രമേ തക്കാളി ഇടുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരട്ടെ. വേണമെങ്കിൽ ഒരു ശകലം ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം, പെട്ടെന്ന് സവാള വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇച്ചിരി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരിയേറെ നേരം നമ്മൾ ഇളക്കി നല്ലതുപോലെ ഒന്ന് വഴറ്റുമ്പോഴത്തേക്കും നല്ല പാകത്തിനായിട്ട് വരും. അപ്പോൾ അത് വരെയുള്ള നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിൽ ഈ കടിക്കുന്ന പാകത്തിൽ കിടക്കാതെ നല്ലതുപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് റോസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ശകലം വെള്ളം ഒഴിച്ച് ഞാനിപ്പോൾ വേവിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും കറുമുറുമായിട്ട് കിടക്കാത്തതാണ് ഇഷ്ടം സവാളയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിപ്പോൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട്. അതുപോലെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ടൊരു വളരെ കുറച്ച് നിങ്ങളുടെ പാകത്തിനുള്ള മുളക് പൊടി, അതുപോലെ തന്നെ ഒരു ശകലം ഒരു നുള്ളു ഗരം മസാല, ചിക്കൻ മസാല, ഇത്രയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റട്ടെ. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഒരു 2 ടീസ്പൂൺ ഇതിനകത്തോട്ട് നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല എടുത്തിടാം. കടല ഇതിനകത്തോട്ട് ഞാൻ ഇടുകയാണ്. ഇനി കുറച്ച് ഇട്ടതിന് ശേഷം ഇതിൽ നമുക്കിപ്പോൾ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല, തേങ്ങ അരച്ചും ചേർക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഇച്ചിരി നല്ല കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ കടല വേവിച്ച് വെച്ച വെള്ളം തന്നെയാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. വെള്ളമായിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് തന്നെ കുറച്ച് കടല മാറ്റിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അതേ വെള്ളം ഒഴിച്ച് തന്നെയാണ് അരയ്ക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിതിനകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചി അങ്ങൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു ശകലം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം കടല അരച്ചതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്നൊന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനി ഇരിക്കും തോറും നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചാലും നല്ലതുപോലെ കുറുകിക്കൊണ്ടിരിക്കും. ചിലപ്പം പിന്നീട് എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ആഡ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. കാരണം നല്ല കൊഴുപ്പായിരിക്കും കറിക്ക്. കടല അരച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ല കൊഴുപ്പുണ്ടായിരിക്കും കറിക്ക്. അപ്പോൾ അത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡിയായി. ആ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റിൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് അരിഞ്ഞ് വെച്ച് അതിനകത്തോട്ട് തന്നെ ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചു. അതിനി വെന്ത് ആവിയാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ക്യാരറ്റിൻ്റെ പുട്ടും അതുപോലെ തന്നെ നല്ല കടലക്കറിയും കൂട്ടി കഴിക്കാവുന്നതാണ്. എല്ലാവരും വരണം കേട്ടോ. പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി കുറച്ച് കടലക്കറിയും കൂടി ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ടാറ്റാ, ബൈ ബൈ.